ഒറ്റപ്പേര് ബോബി ചെമ്മണ്ണൂർ. വെൽക്കം സാർ. ഹായ് ഹായ്. Choose your destiny. Flawless victory. Choose your destiny. Flawless victory. സ്നേഹം കൊണ്ടാണ് ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അന്ന് അവിടെ വലിയൊരു ടോക്കിൽ പറഞ്ഞത് കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക, നോട്ട് വിത്ത് വാർ, യുദ്ധം കൊണ്ടല്ല എന്നുള്ള ഒരു സന്ദേശമാണ് അന്ന് അവിടെ പ്രസംഗിച്ചപ്പോൾ ഭയങ്കര അപ്രിസിയേഷൻ ആയിരുന്നു അന്ന്. നീയാളൊരു മഹാനായി മാറി. അതെ, സാറിന് ഇപ്പം ഞാൻ ഉൾപ്പെടെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സാറിനോട് ഏറ്റവും അടുപ്പമുള്ളവരൊക്കെ ചിലപ്പോൾ സാറിനോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടാവാം, നിനക്ക് പ്രാന്താണോ ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഏതെങ്കിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടോ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. 100% ഞാൻ യോജിക്കുന്നു. എൻ്റെ കോളേജ് സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ വണ്ടികൾ, കോളേജിൽ സ്പോർട്സ് കാർ, ഹെലികോപ്റ്റർ തുടങ്ങി വാട്ട് ഓൾ ആഗ്രഹിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ സർവീസ് ഇപ്പോഴും ഉണ്ട് നമുക്ക്. ഇതൊന്നും ഇപ്പോ ചെയ്ത കാര്യങ്ങളല്ല, ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. പാവങ്ങൾ വരുന്ന കാശില്ല സാറേ എന്ന് പറയുമ്പോൾ 500 രൂപയ്ക്ക് കൊടുത്തു. കുറെ പേര് ഹെലികോപ്റ്ററുടെ 500 രൂപയ്ക്ക്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇപ്പൊ മറഡോണയുടെ തോക്കെടുത്ത് വെടിവെക്കുന്ന പറഞ്ഞപ്പോഴാണ് ഞാൻ സാറിന്റെ വാട്സ്ആപ്പ് ഡീപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഒരു അത് മിഷൻ AK-47 ഒന്നല്ല, അത് ഇന്ത്യയിൽ തന്നെ ഉണ്ടോന്ന് സംശയം. കാനഡയിൽ പോയപ്പോ ഞാൻ എടുത്താണ് അതെടുത്ത് അത് ഇന്ത്യൻ എയർഫോഴ്സിന് പോലും അങ്ങനത്തെ ഉണ്ടോ എന്നുള്ള എനിക്ക് ഡൗട്ടാണ്. തീർച്ചയായിട്ടും നമ്പർ 2 വേണം. ബിസ്ക്കറ്റ് വാങ്ങും, കള്ളക്കടത്തുണ്ടാവും. ഇതൊക്കെ ജ്വല്ലറിക്കാരൻ നേരിട്ട് നടത്തിയില്ലെങ്കിലും പലരും വാങ്ങി കൊണ്ടുവരും വാങ്ങും. ഇതൊക്കെ കുറെ വർഷം മുമ്പുള്ള കാര്യമാണ്, ഓപ്പൺ ആയിട്ടുള്ളൊരു സത്യമാണ് അത്. ഇതിന്റെ പേരിൽ ചിലപ്പോൾ നാളെ കേസ് എടുക്കുമായിരിക്കാം. പേടിയൊന്നും ഇല്ല, ജയിലിൽ പോകണമെങ്കിൽ ജാമ്യം എടുത്തിട്ട് വരും കുറച്ച് ദിവസമൊക്കെ ഇരുന്നിട്ട്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? സാഹചര്യങ്ങൾ. ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിട്ടില്ല സത്യം പറഞ്ഞ. 6ാം ക്ലാസ്സിൽ ഒരു ദിവസം ഫാദർ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോൾ താക്കോല് കട്ടെടുത്ത് കൊണ്ടുപോയിട്ട് നേരെ NH കയറി അങ്ങ് ഒരു ഒറ്റ ഓടിക്കില്ല. അതുപോലെ എനിക്ക് ആശേരിപ്പണി, മറ്റേ മെയ്സന്റെ വർക്കില്ലേ, അതൊക്കെ കുറേശ്ശെ അറിയാം. ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഒരു ഇൻബോൺ ടാലന്റ് എന്നൊക്കെ വിചാരിക്കുന്നത്, പഠിക്കാതെ തന്നെ. അങ്ങനെ അതിച്ചിരി കൂടുതലല്ലേ? ഇന്നത്തെ വലിയ വണ്ടിയാണ് ഫിയറ്റ് എന്ന് പറയുന്നത്. അതെടുത്തുകൊണ്ട് 8ലാണോ 9ലാണോ മറ്റേ ബാംഗ്ലൂർ ഗേൾ ഫ്രണ്ടിനെ കാണാൻ ഒറ്റയ്ക്ക് ഓടിച്ചു പോയിട്ടുണ്ട്. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. വർഷത്തിന്റെ ഒരു 6 മാസം കാട്ടിൽ പോവുക, ഹിമാലയം കാടുകളിൽ കയറി സന്യസിച്ച്, മൊബൈൽ ഫോൺ ഇതൊന്നും ഇല്ലാതെ തനി പഴമയിൽ ആദ്യ മനുഷ്യർ ജീവിച്ചിരുന്ന പോലെ ജീവിക്കുക. അത് കഴിഞ്ഞ് 6 മാസം ഇവിടെ വന്നാൽ നേരെ ഓപ്പോസിറ്റ്. ആര് പേടിപ്പിച്ചാലും നമ്മൾ പേടിക്കില്ല. ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതാണ്. നമ്മൾ മരണം വരെ ധൈര്യത്തോടു കൂടി ജീവിക്കും. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഇനി മാപ്പ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, വ്യാജ വാർത്ത തിരുത്തി എഴുതുക, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഏത് മാധ്യമമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് കർമ്മ ന്യൂസ് ആണ്. കർമ്മ ന്യൂസ് അറിയുന്നതല്ലേ. സോ കോൺകർ ദ വേൾഡ് വിത്ത് ലവ്. ഐ ലവ് യു എവറിബഡി. എന്റെ അച്ഛൻ ചോദിച്ചു മുതലാളിയുടെ ഒരു ഫോട്ടോ എന്തിനാ വീട്ടിൽ തൂക്കാൻ. അയ്യോ.